പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഗോവിന്ദചാമി ഒരു പുതിയൊരു ചൊല്ലുകൂടി ഉണ്ടാക്കിയിരുന്നു. നമുക്കൊക്കെ അറിയാം, പിന്നെ കുന്തം പോയാൽ കുടത്തിലും തിരയുക എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. എന്നാലിപ്പോൾ നമുക്ക് മറ്റൊരു ചൊല്ലും കൂടി ഗോവിന്ദചാമി ഉണ്ടായി തന്നിട്ടുണ്ട്. അതായത് ഗോവിന്ദചാമി പോയാൽ കിണറ്റിലും തിരയണം എന്ന പാഠമാണ് ഇയാൾ ഇപ്പോൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അതിനേക്കാൾ വലിയൊരു സങ്കടകരമായ കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കണ്ണൂർ അതീവ സുരക്ഷ ഉള്ള ഒരു ജയിലിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇയാളെ പാർപ്പിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. ആ അതീവ സുരക്ഷയ്ക്ക് എന്താണ് അതീവ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ സുരക്ഷ എന്ന് പറഞ്ഞാൽ എന്ന അർത്ഥം നമുക്ക് ഇവിടെ പിടി കിട്ടുന്നില്ലാത്ത രൂപത്തിലാണ് ഈ ഒരു ജയിൽ ചാട്ടം ഉണ്ടായിട്ടുള്ളത്. ഇയാൾ ഒരുപാട് പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് ഈ ജയിൽ ചാട്ടം നടത്തിയിട്ടുള്ളത് എന്ന് ജയിലിൽ ചാടിയതിന് ശേഷമാണ് എല്ലാ ആളുകൾക്കും മനസ്സിലായത്. കാരണം ഇയാൾ ചോറ് കഴിക്കില്ല, ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ, വണ്ണം കുറച്ചു. നമ്മളൊക്കെ ചിന്തിച്ച പോലെയല്ല. നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗോവിന്ദചാമിയെ മട്ടനും ചിക്കനും ഒക്കെ കൊടുത്ത് ഒന്നുകൂടി തടി നന്നാക്കി വരും എന്നാണ് നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് ഇയാൾ അവിടെ പോയിട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇയാളുടെ മനസ്സിൽ ഇയാൾക്കറിയാം, തടി കുറഞ്ഞു കഴിഞ്ഞാൽ, കാരണം തടി വെച്ച് ഒരു മതിലൊക്കെ ചാടി കിടക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണ്. തന്നെയല്ല, ഇയാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയാനും എളുപ്പമുണ്ട്. ആ സ്ഥാനത്ത് പിന്നെ തടി കുറച്ചാലും അതുപോലെ തന്നെ താടി വെച്ചാലും ഒന്നും ഇയാളെ അറിയില്ല എന്നുള്ളൊരു എല്ലാവിധ ബുദ്ധിയും അതുപോലെ തന്നെ ശക്തിയും നല്ലതുപോലെ ഉപയോഗിച്ചാണ് ഇയാൾ ജയിലിൽ ചാടിയിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇത്തരം ജയിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കഴിവ് കുറവ് എന്നേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം പെട്ടെന്നൊരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഓടി കടക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ജയിലുകളൊന്നും. അതുപോലെ തന്നെ ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതിനുള്ള എല്ലാ മുൻകരുതലും ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ മൗനം ഭജിച്ചു, അതല്ലെങ്കിൽ അവർ വിഡ്ഢികളാക്കി എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. കാരണം ഇതിൽ പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടു, ആഭ്യന്തരത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ പിണറായി വിജയനാണ് ആഭ്യന്തരം എങ്കിലും ഈ മുഖ്യമന്ത്രിക്ക് എല്ലാ ജയിലുകളിലും പോയിട്ട് അവിടെ പോയിട്ട് കാവൽ നിൽക്കാൻ കഴിയും? അതിനാണല്ലോ നമ്മളൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇനി ജയിൽ ചാടിയ ഇയാൾ പറഞ്ഞത് എന്തൊക്കെയാണ്, അതുപോലും നമ്മളെയൊക്കെ നാണം കെടുത്തുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞ്. ഇഷ്ടംപോലെ കഞ്ചാവ് കിട്ടും, മയക്കുമരുന്ന് കിട്ടും, ഫോണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും എന്നൊക്കെയാണ് ഈ കൊടും കുറ്റവാളിയായ ഈ ഗോവിന്ദചാമി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പുറമേയൊക്കെ വായിക്കാൻ കഴിഞ്ഞത്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിട്ടാണ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതല്ലാതെ ഗോവിന്ദചാമിയുടെ കഴിവിനേക്കാൾ ഉപരി നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുറവ്, നമ്മുടെ ജോലിക്കാരുടെ പ്രശ്നങ്ങൾ. അതായത് നമ്മൾ ഏത് ജോലി ചെയ്യുന്നോ ആ ജോലിയിലുള്ള ആത്മാർത്ഥതക്കുറവ് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത്. ജയിൽ വാർഡന്മാരും അതുപോലെ തന്നെ ജയിലിന് ഒരുപാട് ജോലിക്കാരുണ്ടാവുമല്ലോ. ആ ജോലിക്കാർ അവിടെ അവരുടേതായ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. അത് ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ മറ്റു ആരുടെയോ കുറ്റം പറയുന്നതിൽ അർത്ഥമല്ല. ആ ജോലി കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും നടക്കില്ല എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത്. എന്തായാലും ഇയാൾക്ക് കിട്ടിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ, വധശിക്ഷയെന്ന് ഇയാളെ ജീവപര്യന്തമാക്കി കുറച്ചത് ഇയാൾക്ക് ഒരു കൈപ്പത്തിയില്ല എന്നുള്ള ഒരൊറ്റ കാരണമുണ്ട്. കാരണം ഒരാളെ ട്രെയിനിൽ നിന്ന് ഉന്തിയിടാനൊക്കെ രണ്ട് കൈയില്ലാത്ത ഒരാളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു.
പക്ഷേ ഇയാളുടെ വീര്യം എന്താണെന്ന് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിനും മനസ്സിലായി.